എൻ്റെ ടെറസ് ഗാർഡനിലെ പിന്നെ പേരയ്ക്ക മരങ്ങളെ കാണിക്കുന്നത്. എല്ലാം ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ള കേട്ടോ. അത്യാവശ്യം സൈസുള്ള വലിയ ഗ്രോ ബാഗുകളാണ്. ഇത് ഒരു 3 വർഷം അടുപ്പിച്ച് പ്രായമുള്ള പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ 2 സീസണിലും ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ സീസണാണ്, 3ാമത്തെ പ്രാവശ്യമാണ് ഇതിൽ കായ്ക്കുന്നത്. പേരയ്ക്കൾ കായ്ച്ചു നിൽക്കുന്നുണ്ടോ? രണ്ടെണ്ണം വീതമായിട്ടാണ് കായ്ച്ചു നിൽക്കുന്നത്. 2-3 സെറ്റായിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാന്റ് അധികം വളർന്ന് പൊങ്ങി പോയിട്ടില്ല. ഫ്രൂട്ട് പ്ലാന്റ്സ് ഒന്നും വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ടബിലോ ഒക്കെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. നമ്മളത് കെയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഫ്രൂട്ട്സ് കിട്ടുകയും ചെയ്യും. അതിനുള്ളൊരു ഇൻസ്പിറേഷൻ കൂടെയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്. അത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല. നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ 1 കിലോ പേരയ്ക്ക വാങ്ങിച്ച് കഴിച്ചാലും നമുക്ക് ഇത് എന്നും ഈ വലുതാവുന്നതും ഇലകൾ വരുന്നതും പൂ വരുന്നതും ഫ്രൂട്ട്സ് കായ്ക്കുന്നതും ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മെൻ്റൽ ഒരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല. അതാണ് ഞാൻ മെയിനായിട്ട് ഇത് വളർത്തുന്നതിൻ്റെ ഒരു കാര്യം. ഈ ചെടിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഉണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കേട്ടിട്ട് അവൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തത്. അവൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേര്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. എൻ്റെ ഹൈറ്റിനെക്കാട്ടിയും പൊക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്ന് പറയാം. ആദ്യം നമ്മൾ മണ്ണ് എടുക്കുമ്പോഴത്തേക്ക് ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു മണ്ണ് തന്നെ എടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ വളങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നല്ല വെയിൽ വേണം. നേരത്തെ കാണിച്ചത് വെള്ള പേരയ്ക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള പേരയ്ക്കാണ്. ഇത് ചുവപ്പാണോ വെള്ളയാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഇത് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ടെറസിൽ വെച്ചാൽ നല്ലതാണ് കേട്ടോ, നന്നായിട്ട് വെയിൽ കിട്ടും. പക്ഷേ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാൻ മറന്നു പോകരുത്. നന്നായിട്ട് വെള്ളം ഒഴിക്കണം. എന്ന് വെച്ചാൽ നല്ല വെയിലും ചൂടുള്ള സമയത്ത് വെള്ളം നന്നായിട്ട് വേണമല്ലോ. പിന്നെ താഴെ ഒരു ഡ്രെയിനേജ് മാറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്രോ ബാഗിൻ്റെ താഴെയായിട്ട് ഡ്രെയിനേജ് മാറ്റ് വെച്ചാൽ വെള്ളം അതിൻ്റെ താഴെ കെട്ടി നിൽക്കാതെ. ഇതൊരു വെറൈറ്റി ഗോവയാണ് കേട്ടോ, കുള്ളം ഗോവ, ബ്രസീലിയൻ കുള്ളം ഗോവ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ അതിനൊരു വലിയ ചെടിച്ചട്ടിയിലാക്കി വെച്ചേക്കുക. ഇതിലൊരു പൂ വന്നായിരുന്നു, പക്ഷേ പൂ എൻ്റെ കൊഴിഞ്ഞുപോയി. ഇനി ഈ സീസണിൽ തന്നെ ഇത് കായ്ക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഉടനെ നമ്മൾ നല്ല മണ്ണിലോട്ട് വെക്കണം. അതിന് ശേഷം ഫസ്റ്റായിട്ട് കണ്ടത് മറ്റേ മീലി ബഗ്സ് ആണ്. അതിന് നീം ഓയിലാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത്. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. 1-2 പ്ലാന്റ്സ് കൂടെ എൻ്റെ ടെറസ് ഗാർഡനിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.